ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ മരിച്ച ഏഞ്ചലിനെ കുറിച്ചാട്ടോ. അപ്പോൾ ഏഞ്ചലിന് മരിച്ചതല്ല, ഏഞ്ചൽ കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്. സ്വന്തം പിതാവിനാൽ ഏഞ്ചൽ കൊല ചെയ്യപ്പെട്ടു. അപ്പം അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണേ. അപ്പോൾ നമ്മൾ സ്ത്രീകളെല്ലാവരും 18 വയസ്സ് തൊട്ട് 28-30 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ നമ്മളെല്ലാവരും വിവാഹം കഴിക്കും. നമ്മളെ വിവാഹം കഴിപ്പിച്ച് വിടും. ഈവൻ മെജോറിറ്റി ഒരു 50% പെൺകുട്ടികളും അവർ കല്യാണത്തിനൊന്നും റെഡി ആയിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കടമ തീർക്കുക, അല്ലെങ്കിൽ നമുക്കൊരു കുടുംബം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അവർ നമ്മളെ വിവാഹം കഴിച്ചു വിടും. പല പെൺകുട്ടികളും 95% പെൺകുട്ടികളും ചെന്ന് കയറുന്ന വീട്ടിൽ അവർക്ക് അത്ര നല്ല സ്വീകാര്യതയൊന്നും കിട്ടാറില്ല. നടക്കുന്നതിനും എടുക്കുന്നതിനും വസ്ത്രധാരണത്തിനും എന്തിനും നമ്മുടെ ശരീരത്തിന് വരെ കുറ്റമായിരിക്കും നമ്മളൊരു വീട്ടിൽ കയറി ചെന്ന് കഴിയുമ്പോൾ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല പെൺകുട്ടികളും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. കാരണം അവർക്ക് ഈ ഒരു ടോർച്ചറിങ്ങിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഏഞ്ചൽ വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഏഞ്ചൽ കുറച്ച് 6 മാസമായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് പിണങ്ങി നിൽക്കുകയാണ്. കാരണം എന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഡീറ്റെയിൽസിൽ എന്തുകൊണ്ട് പിണങ്ങി എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഡീറ്റെയിൽസ് ഇല്ല. ഇനി പറഞ്ഞു വരുന്നത് ഏഞ്ചലിൻ്റെ മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഏഞ്ചൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബമാണ് ഏഞ്ചലിൻ്റേത്. ഏഞ്ചലിൻ്റെ പിതാവ് പകൽ ഓട്ടോ ഓടിക്കാൻ പോകും, രാത്രി സെക്യൂരിറ്റി പണിക്ക് പോകും. കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവരെ ഈ ബോട്ടിൽ സഹായിക്കാൻ പോകും. അങ്ങനെയൊക്കെയാണ് കിട്ടുന്ന അറിവുകൾ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് 2 പെൺകുട്ടികളെ വളർത്തുന്നു, പഠിപ്പിക്കുന്നു, വിവാഹം കഴിച്ച് അയക്കുന്നു. ഞാൻ നോക്കിയിട്ട് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു മെജോറിറ്റി അവരുടെ ലൈഫിലെ ഒരു വലിയൊരു പാർട്ട് തന്നെ ഈ മക്കൾക്ക് വേണ്ടി തീർത്തു. നമ്മുടെ എല്ലാ മാതാപിതാക്കളും അങ്ങനെയായിരിക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ലൈഫിൽ ഒരു നല്ല കാലം മുഴുവൻ, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ നമ്മുടെ ജനറേഷനിലുള്ളവർ പിന്നെയും ജീവിക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ പഴയ ജനറേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ജീവിച്ചിട്ടേ ഇല്ല. അവരുടെ നല്ല കാലം മുഴുവനും ചില സ്ഥലത്ത് മാതാപിതാക്കൾ മാറി നിൽക്കും. ചില സമയത്ത് ഭയങ്കര സ്ട്രഗിൾ, അവർക്ക് അവരുടെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടാകത്തില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതും വിവാഹം കഴിച്ച് അയക്കുന്നതും. അപ്പോൾ ഈ പെൺകുട്ടികൾ തിരിച്ചു വരുമ്പം നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. നമുക്ക് ഒരു വിവാഹ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ പറയും, എൻ്റെ എന്താ പറയുന്നത്, നമ്മൾ തിരിച്ചു പോകാൻ നമ്മുടെ ജോലിയിൽ നമ്മൾ ആശ്രയിക്കുക, നമ്മുടെ മാതാപിതാക്കളെ വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരുടെ ഒരു വലിയ ലൈഫ് നമുക്ക് വേണ്ടി ജീവിച്ച് തീർത്തു. ഭാഗ്യവശത്താലോ നിർഭാഗ്യവശത്താലോ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ നമ്മൾ തന്നെ അതിനെ ഫേസ് ചെയ്യുക. നമുക്കതിനുള്ളൊരു പ്രാപ്തി വേണം എന്ന് വിചാരിച്ച എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ ഏഞ്ചലും ഇവരുടെ കുടുംബത്തിലേക്ക് വന്നതാണ്. അപ്പം ഏഞ്ചലിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഏഞ്ചൽ എന്നും ലേറ്റായിട്ട് വരുന്നത് ഈ പിതാവിനെ സംബന്ധിച്ചിട്ട് അവർക്ക് വളരെയേറെ മാനസിക വിഷമങ്ങളുണ്ടായിരുന്നു. പലരും പറഞ്ഞു തുടങ്ങി ഏഞ്ചലിൻ്റെ ഈ രാത്രിയുള്ള പോക്ക് മോശമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ പറയും രാത്രി പോകാൻ പാടില്ല. തീർച്ചയായിട്ടും രാത്രി പോകാം, രാത്രി സഞ്ചരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി പറയുന്നത് രാത്രി സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ അത് ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് പറയുന്നത്. ഒരുപക്ഷെ പഴയ തലമുറയിൽ ജീവിച്ച് വന്ന ആളുകൾക്ക് അവർക്ക് എത്രത്തോളം അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു സമയം കഴിഞ്ഞ് ഇപ്പോൾ ആൺകുട്ടികൾ വീട്ടിൽ കയറിയില്ലെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല. അവർക്ക് രാത്രി 12 മണിക്കും വീട്ടിൽ കയറാം, 1 മണിക്കും വീട്ടിൽ കയറാം. അത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ തുടർന്നു വരുന്ന ഒരു പാരമ്പര്യ രീതിയാണ്. പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അവർ 7 മണിക്ക് കയറണം, 8 മണിക്ക് കയറണം, അല്ലെങ്കിൽ 6 മണിക്ക് കയറണം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കയറണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ വളർന്നു വന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിവേ അതെന്തും ആയിക്കോട്ടെ, ഈ അപ്പൻ അതൊരു ദുരഭിമാനമായി ഏഞ്ചലിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അമ്മ കൈ പുറകോട്ട് പിടിച്ച് കെട്ടിക്കൊടുത്തു, അപ്പൻ കൊന്നു എന്നാണ് ന്യൂസിൽ വന്ന ഒരു കാര്യം. ഞാൻ വിചാരിക്കുന്ന ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജന്മം കൊടുത്തു, അയാൾ തന്നെ ആ ജീവിതം എടുത്തു. അയാളെ സംബന്ധിച്ച് ആ ഒരു ദുരഭിമാനമായിരുന്നു ആ കൊലയ്ക്ക് പിന്നിലുള്ള ഒരു കാരണം. നമ്മൾ മക്കൾ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ മാതാപിതാക്കളെ സഹായിക്കുക. അവരൊരു റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ഉണ്ടല്ലോ. അതായത് അവരുടെ മരണത്തിന് മുമ്പ് കുറച്ച് സമയമെങ്കിലും കിട്ടുന്ന ഒരു ടൈം നമ്മുടെ മാതാപിതാക്കൾക്ക്. അപ്പം പല മക്കളും അത് മനസ്സിലാക്കാറില്ല. പലരും ചിന്തിക്കുന്ന നമ്മുടെ മക്കളെ നോക്കാനുള്ള ഒരു ഉപകരണമാണ് മാതാപിതാക്കൾ. അവർ പ്രായം കഴിഞ്ഞാൽ നമുക്ക് നോക്കി തന്നാൽ എന്താ, അല്ലെങ്കിൽ അവർ ചുമ്മാ ഇരിക്കുകയല്ലേ. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഒരു കാലം മുഴുവൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളാണ്. ഇനി അവരെ സഹായിക്കുക എന്നുള്ളത്, അവർക്ക് കാശ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മാസം ഒരു സ്പെൻഡിങ്ങിന് കൊടുക്കുക, ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും, ഇതൊന്നും നമുക്ക് കൊടുക്കണ്ട. പക്ഷെ അവരുടെ ഒരു അഭിമാനം, അവർ ഇത്രയും വർഷങ്ങളായിട്ട് നിലനിർത്തിക്കൊണ്ടുവന്ന ഒരു അഭിമാനം, ഒരു സമാധാനം എന്നുള്ളൊരു കാര്യമുണ്ട്. അതെങ്കിലും നമ്മൾ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ ഒരു മനസ്സ് നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും അത് വേണം. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ പിതാവിന് അത് ചെയ്യേണ്ടി വന്നു പോയി.
ഇനി ഇതല്ലാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഏഞ്ചൽ എന്നുള്ളൊരു കുട്ടി ഭർത്തൃ വീട്ടുകാരുമായിട്ടും യോജിച്ച് പോകാത്ത ഒരാളാണെങ്കിൽ ആൾക്ക് വിദ്യാഭ്യാസമുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്. ആളുടെ സ്വയം ഇഷ്ടപ്രകാരം ജീവിക്കാനാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഈ പിതാവിന് ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടായിരുന്നു. ആ പിതാവ് ഇത്രയും കാലം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മക്കളെ പഠിപ്പിച്ചു വലുതാക്കി അവരെ വിവാഹം കഴിച്ചയപ്പിച്ച വിവാഹത്തിനുള്ള കാശ് മുഴുവൻ ഉണ്ടാക്കി സ്ത്രീധനം കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പം അയാളുടെ ഒരു ഇതെന്തായി, എന്താ പറയുന്നത്, അയാളുടെ ഒരു ഭാവി എന്തായി? ശേഷം അയാൾ ജയിലിലുമായി. എന്തൊരു ജന്മമല്ലേ ഇതൊക്കെ ഓർക്കുമ്പം എനിക്ക് പിതാവിൻ്റെ കൂടെ നിൽക്കാനും തോന്നും. പക്ഷേ ഒരു ആളെ കൊല്ലുക, താമസിച്ച് വന്നു, അത് എന്ത് റീസൺ ആയിക്കോട്ടെ, ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർ താമസിച്ച് വരാറുണ്ട്, അല്ലെങ്കിൽ വേറെ എന്ത് റീസൺ ആയിക്കോട്ടെ, അതിപ്പം പറയുന്ന പോലെ നെഗറ്റീവ് ഷെയ്ഡിലുള്ള റീസൺ ആണെങ്കിലും ആ പിതാവിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടായിരുന്നു. അവളുടെ 28 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ ചില പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ, പെൺകുട്ടികൾ എന്നല്ല ചില മക്കളെ കണ്ടിട്ടില്ലേ, എന്തോരം അടിച്ചാലും എന്തോരം ഉപദ്രവിച്ചാലും അവർ ശരിയാവത്തില്ല. അവരുടെ ലൈഫിൽ അവർ ഒരു ചില പാതകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അപ്പം ആ പാതകളിലൂടെ നടക്കും എന്നുള്ള ഒരൊറ്റ ഇതുണ്ട്. പണ്ടത്തെ കാലങ്ങളൊക്കെ കഴിഞ്ഞു, കാലം ഒരുപാട് മാറി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ വളർന്നു വരുമ്പം ഇപ്പം ആൺകുട്ടികളെ വളർന്നു വരുന്നെങ്കിൽ അവരുടെ താഴെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളത് ഈ കുറച്ച് ഒരു 10 വർഷത്തിന് ഇടയ്ക്ക് വന്ന ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ കൂടെയൊക്കെ നഴ്സിംഗ് പഠിച്ച പെൺകുട്ടികൾ ഞാൻ സഹിതം നഴ്സിങ്ങിന് വന്നപ്പം ആകെ മുമ്പിലുണ്ടായിരുന്നൊരു ഇൻറ്റൻഷൻ പഠിക്കണം, കടം തീർക്കണം, എൻ്റെ അനിയത്തിമാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, എല്ലാവരും പഠിക്കണം, അങ്ങനെയുള്ളൊരു ഇൻറ്റൻഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ മാതാപിതാക്കന്മാരുടെ കഷ്ടപ്പാട് കണ്ടു വരുന്നവരും നമുക്ക് തോന്നും ഇല്ല ഇവരുടെ കുറച്ച് നാൾ കഴിയുമ്പം നമുക്കിവരെ സഹായിക്കണം, അവർക്കൊരു നല്ല ലൈഫ് അവരുടെ വയസ്സാം കാലത്ത് അവർക്ക് നല്ല ലൈഫ് കൊടുക്കണം, നല്ല കെയർ കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ മക്കളുടെ കടമകളാണ്. അവരെ അറ്റ്ലീസ്റ്റ് അവരുടെ അഭിമാനത്തിനെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. പിന്നെ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് പറഞ്ഞയക്കുക വിടാൻ. മീൻസ് ഒരു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മക്കളെ പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ 18 വയസ്സ് കഴിയുമ്പം എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആകുന്നതാണ് എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്കൊരു ജോലിയായി കഴിയുമ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നതാണ് നല്ലത്. നമ്മൾ പിന്നെയും ഈ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയും അല്ലെങ്കിൽ അവർക്ക് പിന്നെയും പ്രശ്നങ്ങൾ കൊടുത്ത് ജീവിക്കുന്നേക്കാളും നല്ലത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ അധ്വാനിച്ച് നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ നേടിയാലും നമ്മൾ അധ്വാനിച്ച് നമ്മൾ എന്താ പറയുന്നത് ജീവിക്കുന്നതായിരിക്കും നല്ലത്. ഒരു പിതാവ് ജീവൻ കൊടുത്ത ഒരു മനുഷ്യൻ ജീവൻ എടുക്കണമെങ്കിൽ ആ പിതാവിന് അങ്ങേയറ്റം മാനസിക സംഘർഷം ഉണ്ടായിരിക്കണം. ഒരു അമ്മ ഒരു മകളെ 10 മാസം പ്രസവിക്കുക എന്നുള്ള വയറ്റിലിട്ട് നടക്കുക എന്നുള്ളത് തന്നെ വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്. പിന്നെ പാലൂട്ടുക, വളർത്തുക, മുമ്പോട്ടുള്ള കാര്യങ്ങൾ നോക്കുക, പീരീഡ്സ് നോക്കുക, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കി ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതും ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് അവരുടെ നല്ല ആയുസ് മുഴുവൻ ഒരു ജീവന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ആ ജീവൻ തന്നെ എടുക്കുക എന്ന് പറഞ്ഞത് അതിനുശേഷം അവർ ജയിലിൽ പോവുക എന്നുള്ളതെല്ലാം അവരെ സംബന്ധിച്ചിട്ട് വളരെ കഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് മക്കൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനാണെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ വിഷമിപ്പിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അവർ പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. ഇനിയെങ്കിലും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണോ നടന്നു വരുന്നത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുന്നത് കേരളത്തിൽ നടക്കാതിരിക്കട്ടെ. കാരണം ഇതൊന്നും കേൾക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. മക്കൾ കുറച്ചും കൂടി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇച്ചിരിയും കൂടി നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.